എടുത്തതേ ഉള്ളൂ. ആളിങ് എത്തിയല്ലോ. നിനക്ക് ഇവരെയൊക്കെ മനസ്സിലായോ മോനെ? ആറാണിമുട്ടത്തെ ശിവശങ്കര മുതലാളിയാ. ഓ, അമ്മ എല്ലാം പറഞ്ഞിരുന്നു. സതീഷിന്റെ ഓപ്പറേഷനുള്ള പണം തന്നതിന് നേരിട്ട് വന്നു കണ്ട് നന്ദി പറയാനിരിക്കായിരുന്നു. ഇങ്ങോട്ട് വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇവിടെ വന്നാൽ താങ്കളെ നേരിട്ട് കാണാനാവുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. നിന്നെ കാണാൻ കാത്തിരിക്കായിരുന്നു ഇതുവരെ. നീ ഇതെവിടെ പോയതാ? ഒന്നും പറയണ്ടമ്മേ. ഒരു കൊച്ചു പയ്യൻ, അവനെ ഒരു കാർ ഒന്ന് ഒറ്റയിടി. ചെറുക്കൻ ചോരയെ കുളിച്ച് താഴത്ത്. കാർ നിർത്താതെ ഒറ്റ പോക്ക. ഞാൻ ആ കാറിനെ ചേസ് ചെയ്ത് പിടിച്ചു. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോ ഇതൊരു സ്ഥിരം പണിയല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൺമുന്നിൽ കാണുന്നതിന് അവഗണിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള മനസ്സ് വളരെ അപൂർവം ആളുകൾക്ക് കിട്ടും. 1,00,000-ൽ 1-2 പേർക്ക്. അവരെ പലപ്പോഴും ആരും തിരിച്ചറിയാറുമില്ല. പക്ഷെ താങ്കളുടെ കാര്യത്തിൽ അങ്ങനെ അല്ല. ഈ ബാലൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞങ്ങൾ ഇത്രയും പേർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിന്ന് കണ്ണു പിടിക്കണ്ട. താൻ വലിയ കടുവയാണെങ്കിലേ അതിനെ പിടിച്ച കിടുവയാ ഞാൻ. ഇപ്പോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായ സ്ഥിതിക്ക് ഇനി മറഞ്ഞു നിന്നുള്ള ഏർപ്പാട് വേണ്ട. അതെ, കാര്യങ്ങളൊക്കെ നേരിട്ടാവാം. വീട്ടിലേക്ക് വരണം. ഇനി ക്ഷണിക്കാഞ്ഞിട്ടാ വരാത്തെന്ന് പറയരുത്. ദാ ക്ഷണിച്ചിരിക്കുന്നു. അത് തന്നെ. വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അതുകൊണ്ട് വൈകരുത്. ഇറങ്ങല്ലേ? ഓ, നമുക്കിറങ്ങാം. ചേച്ചി എങ്ങനെ വരുന്നുണ്ടോ? ചേച്ചി നേരെ നോക്കി നടക്ക്, തട്ടി വീഴും. അജ്ഞാത കാമുകനെ ആദ്യമായിട്ട് കാണുകയല്ലേ? അവള് നോക്കട്ടെടി. ചുമ്മാ ഓരോന്നും പറയണ്ട. ശ്രദ്ധിച്ചോ, അയാളുടെ മുഖത്ത് ഒരു കള്ളലക്ഷണം ഉണ്ട്. ആ, ഇത്രയും നാളും മായാവി എന്ന് പറഞ്ഞ് എല്ലാരെയും അത്ഭുതപ്പെടുത്തി നടക്കുകയല്ലായിരുന്നോ? അത് പൊളിഞ്ഞതിന്റെ ചളുപ്പാ, വേറെ ഒന്നുമല്ല. അമ്മ എന്തിനാ വരുന്നവരോടൊക്കെ ഞാൻ ജയിലിലായിരുന്നു വിളിച്ചു പോകുന്നത്? ഞാനൊന്നും വിളിച്ചു പിന്നെ അയാൾ പറഞ്ഞതോ എന്നെ കുറിച്ചെല്ലാം അറിഞ്ഞെന്ന്? അതെനിക്കെങ്ങനെ അറിയാം? ഇനി അമ്മ അറിഞ്ഞു കാണുമോ? ഇപ്പൊ നാണക്കേട് വിചാരിച്ചിട്ട് എന്താ കാര്യം? പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി ബാങ്കിൽ കള്ളത്തരം കാണിക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഇതൊന്ന് കഴുകിട്, മുഴുവൻ മേർപ്പ. നിന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞില്ലേ, ആ പയ്യനെ ഇടിച്ചിട്ട് കാറുകാരനെ ഞാൻ പിടിച്ചു. അയാൾ തന്നതാ. അപ്പൊ നീ ഇതാ പയ്യന് കൊടുത്തില്ലേ? എന്തിന്? ആ സമയത്ത് എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ കാശാ. ഇതെന്തിനു വല്ല പയ്യനും കൊടുക്കണം? 2-3 ദിവസം കൊണ്ട് തള്ളി നീക്കാം. പിന്നെ എന്ത് ചെയ്യൂന്ന? അറിഞ്ഞിടത്തോളം ആറാണിമുട്ടത്തെ മണ്ണ് നല്ല നനഞ്ഞ മണ്ണാ. ഒന്ന് കുഴിച്ചാലോ? കുറെ കാശോട് ചോദിക്കാം. എന്റെ അനിയൻ ആ പെണ്ണിനെ കെട്ടാൻ പോവല്ലേ? ചോദിച്ചാ കിട്ടും. നിനക്ക് നാണോ മാനോ ഒന്നില്ലട ബാല. മാനത്ത് നോക്കി നാണിച്ചു നിൽക്കുന്നതിലോ എനിക്കിഷ്ടം 4 ചക്രം കയ്യിൽ വരുന്നതാ. മുതലാളിമാര് കാണണമെന്ന് പറഞ്ഞപ്പോ എന്തോ വലിയ ആകസ്മികമായ കാര്യത്തിനാണെന്നാ ഞാൻ വിചാരിച്ചത്. വിനോദസഞ്ചാരത്തിനാണെന്ന് അറിഞ്ഞില്ല. പിന്നെ എന്തിനൊരു വിനോദം വേണമല്ലോ. അത് നേരം. നിനക്കറിയാലോ മഹി, മായാവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്താ അവനെ കിട്ടിയോ? എവിടെ കിട്ടാൻ? പക്ഷെ അവനെ അറിയാവുന്ന ഒരുത്തനെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആള് ജയിലിലായിരുന്നു, ഞങ്ങൾ അവനെ ഇറക്കി. എന്താടാ മഹി, നമ്മളറിയോ? പിന്നെ തോട്ടപ്പള്ളിക്കാരൻ നേരെ കൈപൊക്കും അല്ലടാ പാട്ടി. ആന കരിമ്പൂത്തോട്ടത്തിക്കാരനെ കാണണ്ടാടാ നിനക്ക്. അതെ, ഈ ഇടിയും ഡയലോഗും കൂടെ നടക്കില്ല. 1 by 1, ഒന്നിന് പുറകെ ഒന്ന്. ഒന്നിൽ സംഭാഷണം കഴിഞ്ഞിടി, അല്ലെങ്കിൽ സംഭാഷണം കഴിഞ്ഞു. ഇനി നീ സംസാരിക്കണോ? മുതലാളിമാര് പറ്റോ? ഈ പന്നിയുടെ മോനെ എനിക്ക് വേണം. പേടിക്കണ്ട, ശവം നിങ്ങളെ കാണിച്ചിട്ടേ കളയൂ. നീ രക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞില്ലേ ആരാണ് മുട്ടത്തെ ശിവശങ്കരനെ? അവനെ അറത്തു മുറിക്കാനാ ഞങ്ങൾ പോകുന്നത്. തന്തയ്ക്ക് പറഞ്ഞവനാണ് തടുക്ക.
അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് കൊളസ്ട്രോൾ ഉള്ളതാണ്. എങ്കിൽ പറ, എന്താ നമ്മുടെ മുതലാളിമാരുടെ പരിപാടി? അത് പറയണം. പറയാം. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയുടെ ശോചനീയാവസ്ഥ കാണിക്കാനെന്നും പറഞ്ഞ് ശിവശേഖരനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. അപ്പൊ മുതലാളിമാർക്ക് അവിടെ വെച്ച് അദ്ദേഹത്തെ വെട്ടാനാ പരിപാടി അല്ലേ? അതെ. അപ്പൊ ഡയലോഗ് കഴിഞ്ഞു, ഇനി ഇടി. എങ്ങനെ? ഞാൻ ഇതുവരെ ഒരു വക്കീലിനെ തല്ലിയിട്ടില്ല. ഉവ്വ്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. എന്തത്? ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവേ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.